Good morning all. Today we are going to discussing our new subject quantity surveying 1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കാരണം അതുപോലെ തന്നെ വോയിസിൻ്റെ ക്ലാരിറ്റി കുറവ് കാരണം ഇപ്പം ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള ചില പോർഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീക്ലാസ് എന്നുള്ള പോലെയാണ് ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ CME പഠിച്ചു. CMEയിൽ പഠിച്ചത് എന്തൊക്കെയാണ്? സിവിലിലുള്ള, അതായത് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യണ മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് വർക്ക്, കൺസ്ട്രക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് വർക്ക്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഒന്നായിരുന്നു CME എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നതും സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കോർ പേപ്പറാണ്. ഓക്കെ, CME പറയുന്നതും ഒരു കോർ പേപ്പറായിരുന്നു. കാരണം നമുക്ക് സിവിലിലുള്ള മെറ്റീരിയൽസിനെ പറ്റി അറിയാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ ഓരോ സ്റ്റേജസ്, കൺസ്ട്രക്ഷൻ വർക്ക്സ് അറിയണ്ടേ, വേണം. അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു കോർ പേപ്പറാണ്. ക്രെഡിറ്റ് കൂടുതലുള്ള പേപ്പർ തന്നെയാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? വാള് കൺസ്ട്രക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ലാറ്ററൈറ്റ്സ്, കല്ല് വേണ്ടേ? അപ്പോൾ കല്ല് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മേസൺറി വർക്ക്, അതായത് പടവ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഒരു ബിൽഡിംഗ്, ഇപ്പോൾ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ എത്ര ടോട്ടൽ നമ്പേഴ്സ് ഓഫ് ലാറ്ററൈറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങളെ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര നമ്പർ ലാറ്ററൈറ്റ് വേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽഡ്, ഇപ്പം എത്ര നമ്പേഴ്സ് ഓഫ് ബ്രിക്ക് വേണ്ടി വന്നു, അല്ലെങ്കിൽ എത്ര M³ കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത് ആ വർക്ക് ചെയ്യാൻ. അതുപോലെ ഫൗണ്ടേഷൻ കെട്ടിയപ്പോൾ എത്ര M³ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും ബേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ M³ പറയാം. വാളിൽ മാത്രമേ നമ്പേഴ്സിൽ പറയുള്ളൂ. കോൺക്രീറ്റ് ആണെങ്കിലും M³ വോളിയം, അതായത് മീറ്റർ ഇൻറ്റു മീറ്റർ M³ വോളിയത്തിലാണ് എല്ലാം പറയുക. ഓക്കെ, അതുപോലെ ഫസ്റ്റ് നമ്മളൊരു വീടിൻ്റെ ഒരു കുറ്റിയടി, അല്ലേ, സെറ്റിംഗ് ഔട്ട് എന്നാണ് പറയുക. അപ്പോൾ സെറ്റിംഗ് ഔട്ട് ചെയ്യും. സെറ്റിംഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താ? അവിടുന്ന് എർത്ത്, അതായത് സോയിൽ റിമൂവ് ചെയ്യും, അല്ലേ? നമ്മൾ കുഴിക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്നാണ് പറയുക. അതായത് എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ കുഴിക്കുക, എർത്ത് വർക്ക് എക്സ്കവേഷൻ. ഓക്കെ, അപ്പം അങ്ങനെ ആ എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് PCCൻ്റെ ലെയർ ക്രിയേറ്റ് ചെയ്യും, അല്ലേ? PCC കഴിഞ്ഞാൽ അടുത്ത് അതിൻ്റെ മുകളിൽ എന്ത് വരും? ഫൗണ്ടേഷൻ വരും. അതിൻ്റെ മുകളിൽ എന്ത് വരും? ബേസ്മെൻറ്റ് വരും. അതിൻ്റെ മുകളിൽ എന്ത് വരും? നമ്മൾ ചില കേസിലൊക്കെ ഡാം പ്രൂഫ് കോഴ്സ് നിങ്ങൾ CMEയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, DPC. ഇത് പ്രൊവൈഡ് ചെയ്യും. അതായത് വെള്ളം, മോയ്സ്ചർ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വാൾസ് ഉണ്ടാവും. വാൾസിൻ്റെ ഇടയിൽ ഒരു 2 ടൺ ഹൈറ്റ് എത്തിയ ലിൻഡൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലാബ്, അത് കഴിഞ്ഞാൽ പാരപ്പറ്റ്, അല്ലേ? അത്രയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ലിൻഡലിൻ്റെ അതേ ലെവലിൽ പുറത്തു കൂടെ എന്തുണ്ടാവും? സൺഷെയ്ഡും ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ M³ വോളി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഒരു M³ ചെയ്യാം. ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെന്ന് കരുതുക, ജസ്റ്റ് ഒന്ന് കരുതുക. ഫൗണ്ടേഷൻ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഒരു 200 M³ ആണ്. ഓക്കെ, അങ്ങനെ 200 M³ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു M³ ചെയ്യാനുള്ള റേറ്റൊക്കെയാണ് പറയുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു നമ്പർ ലാറ്ററൈറ്റ് അല്ലെങ്കിൽ ഒരു കല്ലിന് എത്രയാണെന്നുള്ള റേറ്റേ അറിയുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ആ ബിൽഡിങ്ങിൽ എത്ര കല്ലുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേറ്റ് കൊണ്ട് ആ ടോട്ടൽ വന്നതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേറ്റ് കിട്ടും, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടിറ്റി സർവേയിങ് പഠിക്കുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ് 1 ഉണ്ട്, ക്വാണ്ടിറ്റി സർവേയിങ് 2 ഉണ്ട്. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റി സർവേയിങ് 1ൽ 4 മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ 4 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത് നമ്മൾ ഇതേപോലെ കുറച്ച് തിയറീസാണ് ഫസ്റ്റ് വരുന്നത്. അങ്ങനെ തിയറീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയണത് ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് വരും. പിന്നെ റോഡ് വർക്കിൽ ഇപ്പോൾ നമുക്ക് റോഡ്സ് സ്ലോപ്പിലുണ്ടാവും, ലെവലായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടാവും, ഹില്ലി ആയിട്ട്, അല്ലേ, അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടാവും. അതായത് കയറ്റം ഉണ്ടാവും, അതുപോലെ തന്നെ ഇറക്കം ഉണ്ടാവും, അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോഡ് വർക്ക്. എങ്ങനെയാണ് റോഡ് വർക്കിനുള്ള ക്വാണ്ടിറ്റി? ഇപ്പോൾ നമുക്കൊരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്താണ് ചെയ്യണം ആ ഒരു ഏരിയയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ മെയിനായിട്ട് ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോന്നിൻ്റെ M³ ക്വാണ്ടിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളിലാണ്. നമ്മൾ കുറേ പ്ലാൻസ് ഒക്കെ ചെയ്യും. ദെൻ തേർഡ് മൊഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് ചെയ്യാം. ഇപ്പോൾ ഒരു ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യാൻ എത്ര M²
ഏരിയ, അങ്ങനെ എത്ര m² നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള ക്വാണ്ടിറ്റി കാൽക്കുലേഷനാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ദെൻ ഫോർത്ത് മൊഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇത് വർക്ക് ചെയ്യാൻ ലേബേഴ്സിനുള്ള ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസിനുള്ള ചാർജ് ഉണ്ട്, അതിനൊക്കെ എത്രത്തോളം കോസ്റ്റ് വരും, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. അതാണ് ഫോർത്ത് മൊഡ്യൂൾ. അങ്ങനെ 4 മൊഡ്യൂൾസാണ് നമ്മളെ ക്വാണ്ടിറ്റി സർവേയിങ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേ. ക്വാണ്ടിറ്റി സർവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിലുള്ള ക്വാണ്ടിറ്റീസിൻ്റെ കാൽക്കുലേഷൻ. ക്വാണ്ടിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് വർക്ക്, ഫൗണ്ടേഷൻ, PCC, ഇതിൻ്റെ ഒക്കെ പാടുള്ള കാൽക്കുലേഷനെയാണ് ക്വാണ്ടിറ്റി സർവേയിങ്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്മൾ ക്വാണ്ടിറ്റീസ് ഷെഡ്യൂൾ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതിനെയാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ, അതായത് ഹി വാസ് എ നോളജ് അബൌട്ട് ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ, അതായത് എല്ലാ കാര്യങ്ങളും ഒരു ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിൻ്റെയും അതുപോലെ ഒരു പ്രൊഫഷണൽ ആയിട്ട് സ്കില്ലുള്ള ഒരാളിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേയർ അല്ലെങ്കിൽ ചാർട്ടേഡ് സർവേയർ എന്നൊക്കെ പറയും. ഓക്കെ, ആ ക്വാണ്ടിറ്റി സർവേയറിന് എന്തൊക്കെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ എന്തൊക്കെ അറിവുണ്ടായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ല് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം, അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള ബിൽസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ ഒരു ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ കഴിയണം, അതുപോലെ തന്നെ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ, ഈ വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റണം. അതുപോലെ നമ്മൾ ഓണർക്ക് എത്ര എമൗണ്ട് കൊടുത്തിട്ടാണ്, എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് ചെയ്യണം, ഈ ആൾക്ക് പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ മെറ്റീരിയൽ റിക്വയർഡ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള എത്ര ടൈം കൊണ്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം, മെറ്റീരിയൽസിനൊക്കെ എത്ര റേറ്റ് ആവും, അങ്ങനെയുള്ളതൊക്കെ ചാർട്ട് ചെയ്യാനും ബിൽസ് പ്രിപ്പയർ ചെയ്യാനും അഡ്ജസ്റ്റ്മെൻറ്റ് ബിൽസ് പ്രിപ്പയർ ചെയ്യാനും അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളെയാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വാണ്ടിറ്റി സർവേയറിൻ്റെ ഡ്യൂട്ടീസാണ് ഈ ബില്ല് പ്രിപ്പയർ ചെയ്യുക, ടെൻഡർ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഈ സൂപ്പർവൈസ് ചെയ്യുക, അങ്ങനെയുള്ള ഡ്യൂട്ടീസാണ് ക്വാണ്ടിറ്റി സർവേയറിൻ്റെ ഡ്യൂട്ടീസ് പറയുന്നത്. നെക്സ്റ്റ് എസ്റ്റിമേറ്റ് ആണ്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ് കാൽക്കുലേഷനെയാണ് എസ്റ്റിമേറ്റ് പറയുക. അപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ ഒരു വീടിന് ഇപ്പോൾ ലോണിനൊക്കെ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നതാണ് ഒരു എസ്റ്റിമേറ്റ് വേണം. അതായത് ഇപ്പം നമുക്ക് 15 lakhs ആണ് വേണ്ടത് വിചാരിച്ചാൽ 15 lakhsനുള്ള എത്രയാണ് നമ്മളെ വീട് ഉണ്ടാക്കാൻ വേണ്ട എസ്റ്റിമേറ്റ് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ആ എമൗണ്ട് അവർ സാങ്ഷൻ ചെയ്ത് തരിക. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ ക്ലയൻസിന് ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് വേണം എന്ന് അവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെയാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എക്സൽ ഷീറ്റിൽ ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എക്സൽ ഷീറ്റിൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷെ ആ സോഫ്റ്റ്വെയർ അത്ര അങ്ങോട്ട് നമ്മൾ മാനുവൽ ചെയ്യുന്ന അത്ര ഒരു ഇതുള്ളതല്ല. അപ്പോൾ നമ്മൾ മാനുവലി തന്നെയാണ് ക്വാണ്ടിറ്റി സർവേയിങ്ങിലെ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ എസ്റ്റിമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് കോസ്റ്റ്, ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനും നമുക്ക് പറ്റൂട്ടോ എസ്റ്റിമേറ്റിൽ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് കോസ്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് കോസ്റ്റ്, അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ്, അതായത് ഒരു ഇത്ര എമൗണ്ട് ഒരു 13 lakh പെട്ടെന്ന് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ ലെങ്ത്ത് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു മീറ്റർ ലെങ്ത്തിന് എത്ര റേറ്റ് ആണ് എന്നുള്ളത് നോക്കും. ആ മീറ്റർ ലെങ്ത് കൊണ്ട് ടോട്ടൽ ലെങ്ത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് കിട്ടും, അപ്രോക്സിമേറ്റ് റേഞ്ച് കിട്ടും. പക്ഷെ അത് ആയിക്കൊള്ളണമെന്നില്ല അതിൻ്റെ വാല്യൂ, അതായത് അത് അപ്രോക്സിമേറ്റ് ആണ്. പക്ഷേ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എമൗണ്ട് എത്രയാണ് ബിൽഡിങ്ങിന് വരുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ആണ്. ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 8 എഴുതിയിട്ടുണ്ട്. പ്രിലിമിനറി എസ്റ്റിമേറ്റിനെയാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയെടുത്തവരുണ്ടെങ്കിൽ ഞാൻ റഫ് എസ്റ്റിമേറ്റ് വേറെ സെപ്പറേറ്റ് താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റിനെ തന്നെയാണ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്നും റഫ് എസ്റ്റിമേറ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. പ്രിലിമിനറി എസ്റ്റിമേറ്റ്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, റഫ് എസ്റ്റിമേറ്റ്, അത് ഒരൊറ്റ എസ്റ്റിമേറ്റ് ആണ്. ദെൻ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്, ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ്, കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, ആനുവൽ മെയിൻ്റനൻസ് ഓർ റിപ്പയർ എസ്റ്റിമേറ്റ്. അങ്ങനെ 8 ടൈപ്പ് എസ്റ്റിമേറ്റ് ആണുള്ളത്. ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പറയുന്നത് നമ്മൾ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ലെങ്ത്ത്, ഓരോ വർക്കിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് അതിനെ 1 മീറ്റർ ലെങ്ത്ത് ചെയ്യാൻ എത്രയാണ് റേറ്റ് എന്നുള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആ ഒരു എസ്റ്റിമേറ്റ്, ആ ഒരു റഫ് എസ്റ്റിമേറ്റിനെയാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലെങ്ത്തും ബ്രെഡ്ത്തും ഓരോന്നിൻ്റെ വോളിയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു.
അങ്ങനെ ആ വോളിയം എല്ലാം കൂടി ഒരു മെഷർമെന്റ് ബുക്കിൽ, അതേപോലെ തന്നെ പ്രിലിമിനറി എസ്റ്റിമേറ്റ് വലിയ ഒരു ബുക്കിൽ തന്നെയാണ് നമ്മൾ മെഷർ ചെയ്ത് വെക്കുക. ഇതും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് അറിയുമ്പോൾ നമുക്ക് കറക്റ്റ് അപ്രോക്സിമേറ്റ് അല്ല, ഒരു കറക്റ്റ് എമൗണ്ട് ആണ് വരിക ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ. ടോട്ടൽ ക്വാണ്ടിറ്റീസ് ഇപ്പോൾ ഫൗണ്ടേഷന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. അതിന്റെ ബ്രെഡ്ത്ത് കൊണ്ടും ഹൈറ്റ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ എത്രയാണ് ക്വാണ്ടിറ്റി, എത്ര വോളിയാണ് അതുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനെ ഒരു എം ക്യൂബിന്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഒരു എം ക്യൂബിന്റെ റേറ്റ് നമുക്ക് അറിയാം, ആ റേറ്റ് നമ്മൾ ടോട്ടൽ എം ക്യൂബിന്റെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റേറ്റ് കിട്ടും. അങ്ങനെ ഓരോന്നിന്റെ ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കുന്നതിനാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയാം. ദെൻ പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ്. പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് പറഞ്ഞാൽ നമ്മൾ പ്ലിന്ത് ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ 120 m² ആണെന്ന് വിചാരിക്കുക. അതായത് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 120 m² ആണ്. അപ്പോൾ ഒരു m²ന്റെ റേറ്റ് പറയുന്നത് 200 രൂപയാണെന്നും കരുതുക. ഓക്കെ, അപ്പോൾ ഒരു m² ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു m²ന്റെ ബിൽഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 രൂപയാണ്. അപ്പൊ 120 m² ഉള്ള ബിൽഡിങ്ങിന് എന്താ വരിക, 120 × 200 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അവിടുത്തെ ആ എസ്റ്റിമേറ്റ് കിട്ടും. അത് പ്ലിന്ത് ഏരിയന്, അതൊക്കെ ഈ റഫ് ആയിട്ട് ചെയ്യണതാണ് കേട്ടോ. ഡീറ്റെയിൽഡ് ആണ് നമ്മളെ കറക്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ദെൻ ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ്. ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് പറയുന്നത് ഒരു റഫ് എസ്റ്റിമേറ്റ് തന്നെയാണ്. അതായത് ക്യൂബിക് ഏരിയയാണ് അവിടെ കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പൊ നമുക്ക് പ്ലിന്ത് ഏരിയ അറിയാം, പക്ഷെ നമുക്ക് റേറ്റ് അറിയണത് ക്യൂബിക് റേറ്റ് ആണേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് ഈ പ്ലിന്ത് ഏരിയനെ ക്യൂബിക് ആക്കി മാറ്റാൻ എന്താ ചെയ്യാ, ഏരിയനെ ക്യൂബ് ആക്കണമെന്നുണ്ടെങ്കിൽ ക്യൂബ് വോളിയം എന്നാണ് ക്യൂബിക് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യണത്. അപ്പൊ ഏരിയനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കിട്ടും, ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കിട്ടും. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ആണ് ഏരിയ എന്ന് പറയുന്നത്. ആ ലെങ്ത്തിന്റെ ബ്രെഡ്ത്തിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് വോളിയം ആയി മാറി ഇല്ലേ. അപ്പൊ നമുക്ക് അവിടെ വോളിയം കിട്ടും ഇല്ലേ. പ്ലിന്ത് ഏരിയയാണ് ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളൂ എങ്കിലും ഇപ്പൊ പ്ലിന്ത് ഏരിയ തന്നിട്ടുണ്ട്, 100 m² ആണ് പ്ലിന്ത് ഏരിയ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 4 മീറ്റർ ആണ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. അപ്പൊ ആ 100 × 4 ചെയ്യുമ്പോൾ എത്രയാണ്, ഇവിടെ 400 m³ ആണ് അതിന്റെ വോളിയം കിട്ടി. ഇനി ഒരു m³ ചെയ്യാൻ, അതായത് ഒരു m³ ക്യൂബിക് റേറ്റ് ആവും ഇപ്പൊ തന്നിട്ടുണ്ടാവുക 30 ആണ്, അല്ലെങ്കിൽ ഒരു 200 ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടിയ ആ ഒരു ക്യൂബ് വോളിയത്തിനെ 400 എന്നുള്ള ആ വോളിയത്തിനെ ഈ ക്യൂബിക് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ എസ്റ്റിമേറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ദെൻ അതാണ് ക്യൂബിക് റേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയനെ ഡയറക്റ്റ് എന്ത് ചെയ്യും, ഏരിയയുടെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്യൂബിക് റേറ്റ് ആകുമ്പോൾ നമ്മൾ ഏരിയനെ ആദ്യം ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ വോളിയം ആക്കും, എന്നിട്ടാണ് റേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്. കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ ഇപ്പം നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള അതിൻ്റെ കൂടെ ഒരു ലാൻഡിൻ്റെ കോസ്റ്റ്, അവിടെ വരുന്ന ലാൻഡിൻ്റെ കോസ്റ്റ്, ആ ലാൻഡിന് എത്ര റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ, പേപ്പേഴ്സ് വർക്കിന്, പേപ്പർ ക്ലിയറേഷനൊക്കെ എത്ര റേറ്റ് ഉണ്ട്, സർവേ ചെയ്യാൻ എത്ര റേറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ റേറ്റും കൂടി കൂട്ടി ടോട്ടൽ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റിനെയാണ് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ലാൻഡ്, കോസ്റ്റ് ഓഫ് സർവേയിങ്, പേപ്പർ ക്ലിയറേഷൻ, ലീഗൽ ആക്ടിവിറ്റീസ്, സൂപ്പർവൈസ്, ഇങ്ങനെ സൂപ്പർവൈസിങ് ഈ ചാർജസും അതിൻ്റെ കൂടെ നമ്മളെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റിൽ വരുന്ന റേറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വർക്ക് നമുക്ക് സാങ്ഷൻ ആയി കിട്ടി, നമ്മൾ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലിൻ്റെ, അതായത് ആദ്യം നമ്മൾ കൊടുത്ത പ്രൊപ്പോസലിൽ നിന്ന് മെറ്റീരിയലിൻ്റെ റേറ്റ് ചേഞ്ച് വന്നു. അതായത് ഇപ്പോൾ ഒരു വർക്കിൻ്റെ നമ്മൾ ഇയർ എന്ന് പറയണപ്പോൾ ചിലപ്പം ചില വർക്ക് 6 മാസം കൊണ്ട് കഴിയുന്നുണ്ടാവും, ചിലത് 1 ഇയർ കൊണ്ടാവും ചിലപ്പോൾ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ആ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മെറ്റീരിയലിൽ ചേഞ്ച് വന്നു. അപ്പോൾ നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് കൊടുത്തത് ഇപ്പോൾ ഒരു 13 lakhs ആയിരുന്നു. ആ 13 lakhs ഇൻക്രീസ് ചെയ്തിട്ട് ഒരു 13 കറക്റ്റ് 13 അല്ല, ചിലപ്പോൾ 13,80,000 അത്രയും അത് വന്നു, അത്രയും ഡിഫറൻസ് വന്നു, ഒരു 80,000 ഡിഫറൻസ് വന്നു. അപ്പം അതൊരു വലിയ ഡിഫറൻസ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തിട്ട് പുതിയ എസ്റ്റിമേറ്റ് കൊടുക്കണം. അതിനെയാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിവൈസ്ഡും സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റും. അതിൻ്റെ കമ്പാരിസണും ചോദിക്കാറുണ്ട്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് പറഞ്ഞാൽ വർക്ക് പ്രോഗ്രസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷണൽ വർക്ക്സ് അവിടെ വന്നു. അതായത് ഇപ്പം നമ്മൾ ഒരു ബിൽഡിങ്ങിൽ ഇപ്പം നമ്മൾ ആദ്യം വർക്ക് ഏരിയ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, കിച്ചൺ മാത്രം മതി എന്ന് വിചാരിച്ചതായിരുന്നു. എന്നിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തത്. അത് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ എടുക്കണം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ടോയ്ലറ്റും കൂടി ആഡ് ചെയ്യണം എന്നൊക്കെ കരുതുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, കോസ്റ്റ് എസ്റ്റിമേറ്റ് മാറും അല്ലേ. പക്ഷെ അത് റിവൈസ് ചെയ്യേണ്ട, അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയാൽ മതി. അതിനാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് പറയുന്നത്.
റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്ത എസ്റ്റിമേറ്റിനെ കംപ്ലീറ്റ് റിവൈസ് ചെയ്തിട്ട് പുതിയൊരു എസ്റ്റിമേറ്റ് കൊടുക്കണം. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണത് എങ്ങനെയാണ്, ഈ ഒരു വോളിയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം നമ്മൾ ആദ്യത്തെ വോളിയത്തിൽ നിന്ന് ചേഞ്ച് വന്നില്ലേ, പുതിയൊരു ഇത് നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ വർക്കും കൂടി വരുമ്പോൾ അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പുതുക്കും. അതിനെയാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് പറയുന്നത്. റിവൈസ്ഡ് ആകുമ്പോൾ മെറ്റീരിയൽ ഡീവിയേഷനോടും, സപ്ലിമെൻ്ററി ആകുമ്പോൾ എന്തുകൊണ്ടുവാ നമ്മളെ വർക്കിൻ്റെ അഡീഷൻ കൊണ്ടും. ദെൻ ആനുവൽ മെയിൻ്റനൻസ് ഓർ റിപ്പയർ എസ്റ്റിമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷത്തിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിപ്പയറിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണതിനെയാണ് ആനുവൽ മെയിൻ്റനൻസ് ഓർ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതാണ് ഡാറ്റാസ് നീഡഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ആൻ എസ്റ്റിമേറ്റ്. ഡീറ്റെയിൽഡ് പ്ലാൻ വേണം. പ്ലാനിൽ നിന്നാണ് നമുക്ക് ഓരോ റൂമിൻ്റെ ഡയമെൻഷൻസ് കിട്ടുക. അതേപോലെ തന്നെ ഓരോന്നും എന്താണെന്നുള്ള കാര്യങ്ങളും വാൾ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാനിൽ നിന്നാണ് അറിയുക, ഡയമെൻഷൻസ്, ഡീറ്റെയിൽഡ് ഡയമെൻഷൻസ് ഒക്കെ. അതുപോലെ തന്നെ സെക്ഷൻ, ഡീറ്റെയിൽഡ് പ്ലാൻ എന്ന് പറയുന്നതിൽ സെക്ഷനും ഇൻക്ലൂഡഡ് ആണ്. അതായത് സെക്ഷൻ എന്നാണ് ബേസ്മെന്റ് എത്ര ഹൈറ്റ് ഉണ്ട്, തിക്നെസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇത് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ്, പ്ലാനും സെക്ഷനും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് വേണം. അടുത്ത സ്പെസിഫിക്കേഷൻസ്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ക്വാളിറ്റി, വർക്ക്, പ്രൊപ്പോർഷൻ, ഏത് പ്രൊപ്പോർഷനിലാണ്, 1:2:4 ആണോ, അതുപോലെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെ നേച്ചർ എന്താണ്, വർക്കിൻ്റെ നേച്ചർ എന്താണ്, അങ്ങനത്തെ ആ ഒരു ഡീറ്റെയിൽസിനെയാണ് സ്പെസിഫിക്കേഷൻസ് എന്ന് അറിയാം. റേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേജസ്, ഇപ്പോൾ നമ്മൾ ലേബേഴ്സിന് കൊടുക്കുന്ന ചാർജസ് ഉണ്ടാവും, അല്ലാതെ മെറ്റീരിയൽസിൻ്റെ ചാർജസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വേണം എന്ത് ചെയ്യാൻ, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, പ്ലാൻസും സെക്ഷൻസും ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഡയമെൻഷൻസും കാര്യങ്ങളും കിട്ടുള്ളൂ. സ്പെസിഫിക്കേഷൻസ് ഉണ്ടെങ്കിലാണ് അത് ഏത് ക്വാളിറ്റി വർക്കാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പാണ്, എന്താണ് അതിൻ്റെ നേച്ചർ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ സ്പെസിഫിക്കേഷൻ വേണം. റേറ്റ്, മെറ്റീരിയലിൻ്റെ റേറ്റ് എത്രയാണ്, ലേബേഴ്സിനുള്ള റേറ്റ് എത്രയാണെന്ന് അറിഞ്ഞാലേ നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനും വേണം. ഓക്കെ.